നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യ സംസ്കരണം മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാക്കണം. സ്പീക്കർ ജി കാർത്തികേയൻ. റാന്നിയിൽ വൺ വേ അനിവാര്യമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഇട്ടിയപ്പാറയിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. നടത്തുന്നത് പഞ്ചറൊട്ടിക്കൽ മാത്രമെന്ന് ആക്ഷേപം. ഞാൻ സജി തോമസ്. വാർത്തകൾ വിശദമായി. മാലിന്യ സംസ്കരണം മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന സ്പീക്കർ ജി കാർത്തികേയൻ. പത്തനംതിട്ട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വീടുകൾ തോറും നടപ്പാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ മാലിന്യ സംസ്കരണം ഇന്നൊരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യാ വർധനവും സ്ഥലലഭ്യതക്കുറവുമാണ് മാലിന്യ സംസ്കരണത്തിന് പ്രധാന വിലങ്ങുതടിയാകുന്നത്. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ജി കാർത്തികേയൻ പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ഇരുചക്ര വാഹന യാത്രികൾ പങ്കെടുത്ത ബോധവൽക്കരണ റാലി നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ ശിവദാസ് നായർ MLA, TM ഹമീദ്, TR അജിത് കുമാർ, ആനി സജി, MC ഷെരീഫ്, കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. LDF റാന്നി താലൂക്ക് കമ്മിറ്റി വ്യാഴാഴ്ചയിലേക്ക് ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. സംസ്ഥാനത്തെ 153 വില്ലേജുകൾ പരിസ്ഥിതി മേഖലയാണെന്ന് റിപ്പോർട്ട് നൽകിയ മാധവ് ഗാഡ്ഗിൽ റാന്നിയിലെത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് LDF റാന്നി താലൂക്ക് കമ്മിറ്റി വ്യാഴാഴ്ചയിലേക്ക് ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. സംസ്ഥാനത്തെ 153 വില്ലേജുകൾ പരിസ്ഥിതി മേഖലയാണെന്ന് റിപ്പോർട്ട് നൽകിയ മാധവ് ഗാഡ്ഗിൽ റാന്നിയിലെത്തുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു LDF താലൂക്ക് കമ്മിറ്റി വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വ്യാഴാഴ്ചയിലേക്ക് പ്രഖ്യാപിച്ച ഹർത്താലിന് പകരം കരിദിനമായി ആചരിക്കുമെന്ന് LDF നേതാക്കൾ റാന്നിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനഭൂമിയോട് തൊട്ടടുത്തൊക്കെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ വടശ്ശേരിക്കിലെ ഒരു കൊമ്പനാന വന്ന് വടശ്ശേരിക്കിലെ ജംഗ്ഷനിൽ രാവിലെ നിൽക്കുക. ഗാഡ്ഗിൽ കമ്മിറ്റി ഈ സെൻസിറ്റീവ് സോൺ എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന പ്രദേശങ്ങളിൽ അത് നാളെ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന പ്രദേശം കൂടെ ഈ അതിന്റെ അതിന് മാറ്റി വരയ്ക്കുന്നു. വടശ്ശേരിക്ക് മാറ്റി വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ കൊക്കാത്തോടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്, കടുവ ഇറങ്ങി, അത് മാറ്റി വരയ്ക്കേണ്ടി വരും. പന്നി ഇറങ്ങിയ പ്രദേശം ആങ്ങുമൂഴിയിൽ പുലി ഇറങ്ങിയത് സ്കൂളിലാണ്, മാറ്റി വരയ്ക്കേണ്ടി വരും. 2012 ജനുവരി മാസം 16-ാം തീയതി VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഗ്രീൻ MLA എന്ന് വിളിക്കുന്ന MLAയുടെ നേതൃത്വത്തിൽ കുമളിയിൽ വെച്ച് കുമളി ഫോറസ്റ്റ് ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ച് സെൻസിറ്റീവ് സോണുകളെ സംബന്ധിച്ച് ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ ഈ വാദഗതി ഉയർത്തിയതാണ്. അവിടെ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ പല ആളുകളും. അവിടെ പങ്കെടുത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശങ്ക റബ്ബർ മരവും അൽബീസിയം പോലും നാളെ മുറിക്കാൻ നമുക്ക് അവിടുത്തെ സ്ഥിതി വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാനും അവരുടെ ജീവിതത്തിലുണ്ടായ ഉത്കണ്ഠകൾ പരിഹരിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഹർത്താൽ മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് പിൻവലിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മൂലം റാന്നി താലൂക്കിലെ കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എന്നാൽ LDF പാറമട ലോബിക്കൊപ്പമാണെന്നും വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചത് അപലനീയമാണെന്നും അവർ പറഞ്ഞു. LDF കൺവീനർ MB വിദ്യാധരൻ, CPI ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം S ഹരിദാസ്, അഡ്വക്കേറ്റ് ബേബിച്ചൻ ബെച്ചൂച്ചിറ, ജോജി കോവൂർ, MS രാജു, പാപ്പച്ചൻ കൊച്ചുമേപ്പുറത്ത്, ബിനു, KG റോയി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി. മക്കളെ പഠിപ്പിക്കാനായി ബാങ്ക് വായ്പ എടുത്ത് കടക്കണിയിൽപ്പെട്ട രക്ഷിതാക്കളുടെ സംഘം റാന്നിയിൽ നടന്നു. വായ്പ എടുത്തതിന്റെ പേരിൽ ബാങ്കുകളുടെയും റവന്യൂ വകുപ്പിന്റെയും പീഡനങ്ങൾ സഹിച്ചു കഴിയുന്ന രക്ഷിതാക്കൾ ബാങ്കുകൾക്കെതിരെ സമരപരിപാടികൾക്ക് രൂപം നൽകിയതിനു ശേഷമാണ് പിരിഞ്ഞുപോയത്. ബാങ്ക് വായ്പ എടുക്കുന്നതിന്റെ പേരിൽ പെൺമക്കളുടെ ഭർത്ത് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുക, അയൽ വീടുകളിലെത്തി ഫോട്ടോ കാണിച്ച് അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ നെറുകെട്ട നിലപാടുകൾ ബാങ്കുകൾ ആവർത്തിക്കുന്നതായി യോഗത്തിൽ എഡ്യൂക്കേഷൻ ലോൺ ഹോൾഡേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. നെറുകേടിന്റെ നേർക്കാഴ്ചയായ വിവരങ്ങൾ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ വിഷയത്തിന്റെ പേരിൽ
ദുരിതം പേർന്ന മാതാപിതാക്കൾ വിങ്ങുന്ന മനസ്സുമായിട്ടാണ് ഇത് കേട്ടിരുന്നത്. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി വായ്പ എടുത്തു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ബാങ്കുകാരുടെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ഭീകരമായ പീഡനത്തിന് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് നമ്മുടെ ഈ സംഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ വിദ്യാഭ്യാസ വായ്പ എടുത്തു കുടിശ്ശികയായിട്ടുള്ള ആൾക്കാർ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, അവര് വായ്പ കുടിശ്ശിക കൊണ്ടുവെങ്കിൽ ബാങ്കുകാർ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ വിവാഹം കഴിച്ച കുട്ടികളാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് പിറ്റേ ദിവസം ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് അയക്കുക, ബാങ്കിൽ നിന്ന് SMS അയക്കുക. അതുമാത്രമല്ല, ഏറ്റവും അവസാനമായി ചെയ്ത ക്രൂരത എന്ന് പറയുന്നത്, ഏതെങ്കിലും വായ്പയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോയും രക്ഷകർത്താവിൻ്റെ ഫോട്ടോയും അഡ്രസ്സും എടുത്തുകൊണ്ട് അടുത്തുള്ള മാടക്കടയിൽ ചെന്നിട്ട് ഈ ആളിനെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അവരൊക്കെ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ ഘടിപ്പിച്ചിട്ട് പോയവരാണ് എന്നുള്ളത് വ്യാപകമായ ഒരു പ്രചരണം ഒരു വഴിക്കുന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറുവഴിക്കൂടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് റവന്യൂ റിക്കവറി നടപടികളുമായി മുൻപോട്ട് വന്ന് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സമയം. റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ റാന്നി താലൂക്ക് പ്രസിഡന്റ് പാസ്റ്റർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് നെല്ലിമുകൾ രവി യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഡി വിജയാനന്ദൻ, ജില്ലാ ഭാരവാഹികളായ കെ സുശീലൻ, വത്സല ഭാസ്കരൻ, വിജയൻ ചേത്തക്കൽ, PS ജോണി, വിജയകുമാരിയമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, റാന്നി. ഇനിയൊരു ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735225197, 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724, 8086554688. വാർത്തകൾ തുടരുന്നു.
റാന്നിയിൽ വർദ്ധിച്ചു വരുന്ന വാഹനത്തിരക്കിന് പരിഹാരമായി വൺ വേ അനിവാര്യമെന്ന് റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. വൺ വേ സംവിധാനം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ്. റാന്നിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ടൗണിൽ വൺ വേ അനുവദിക്കണമെന്ന ആവശ്യം വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. എന്നാൽ ചില സ്ഥാപിത താൽപര്യക്കാർ ചേർന്ന് വൺ വേ സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കത്തെ അട്ടിമറിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ബ്ലോക്കുമടി മുതൽ ചെത്തോങ്കര വരെയുള്ള ഭാഗമാണ് റാന്നി ടൗണായി കണക്കാക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം ഈ മേഖലയെ ഗതാഗത സ്തംഭനത്തിന് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായാണ് റാന്നിയിൽ വൺ വേ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായത്. റാന്നിയിൽ ഇപ്പോൾ 2 ബൈപ്പാസ് റോഡുകളും ഒരു ഔട്ടർ റിംഗ് റോഡും നിലവിലുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി വൺ വേ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ ഇതിനായി റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും റാന്നി ബ്ലോക്ക് ഓഫീസിലും ചേർന്ന യോഗങ്ങൾ വൺ വേ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി ഒരു ഉപസമിതിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് വൺ വേ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമായി നടന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ് പറഞ്ഞു. പ്രത്യേകിച്ച് റാന്നി ടൗണിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഗതാഗത കുരുക്ക് ടൗണിൽ എപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ശബരിമല സീസൺ 15-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഗതാഗത കുരുക്കുമായിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ ആയിരക്കണക്കിന് ആളുകൾ ടൗണിൽ കൂടി കടന്നു പോകുമ്പോൾ റാന്നി ടൗണിൽ ഒരു വലിയ പ്രശ്നമായിട്ട് അവശേഷിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനു മുമ്പ് കൂടിയ പല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും അതുപോലെ തന്നെ താലൂക്ക് വികസന സമിതിയിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് ഉന്നയിക്കുകയും അതിന് പരിഹാരം കാണണമെന്ന് പറയുകയും ചെയ്തു. ആ പരിഹാര മാർഗങ്ങൾ ഒന്നും ഇതുവരെയായിട്ട് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ കമ്മിറ്റി പലപ്പോഴും അടിയന്തരമായിട്ട് തീരുമാനമെടുക്കും. മാമുക്കിൽ നിന്ന് വണ്ടികൾ ഇട്ടിയപ്പാറ എത്തേണ്ട ആവശ്യമില്ലാത്ത വണ്ടികൾ, അതായത് ലോറികൾ, തടികയറ്റിയിട്ടുള്ള ലോറികൾ ഉൾപ്പെടെയുള്ള ഹെവി വെഹിക്കിൾസ് എല്ലാം മാമുക്ക് വഴി ബൈപ്പാസ് റോഡിലൂടെ തിരിച്ചുവിടണം എന്ന് അനേക തവണ പറയുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടും ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി അതൊന്നും പ്രാവർത്തികമാക്കാതെ ഇരിക്കുകയാണ്. 15-ാം തീയതി അയ്യപ്പ സീസൺ തുടങ്ങുന്നതോടുകൂടി റാന്നി ടൗണിൽ കൂടി വണ്ടികൾക്കായി പ്രത്യേകിച്ച് അയ്യപ്പഭക്തന്മാരുടെ വണ്ടികൾക്ക് കടന്നു പോകാൻ വയ്യാത്ത ഒരു സ്ഥിതി ഇവിടെ അവശേഷിക്കും. റാന്നിയിൽ വൺ വേ സംവിധാനം ഇല്ലാത്തതിനാൽ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം ജനപ്രതിനിധികൾ മനസ്സിലാക്കണമെന്നും പ്രൊഫസർ തോമസ് അലക്സ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാന്നി. ശബരിമല തീർത്ഥാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെട്ടതായി BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. തീർത്ഥാടകരിൽ നിന്നും പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് ഒഴിവാക്കണമെന്നും BJP ഭാരവാഹികൾ പത്തനംതിട്ടയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർഷം പ്രതി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തുന്നത്. എന്നാൽ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെട്ടിരിക്കുകയാണ്. വർഷം പ്രതി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തുന്നത്. എന്നാൽ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെട്ടിരിക്കുകയാണ്. പുണ്യനദിയായ പമ്പ ഓരോ സീസണിലും മലിനപ്പെടുകയാണ്. പമ്പാ നദിയെ ശുദ്ധീകരിക്കാനുള്ള പദ്ധതികളെല്ലാം ജലരേഖയായി മാറുകയാണ്. ജില്ലയിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശബരിമല തീർത്ഥാടകർ ധാരാളം എത്തുന്ന തിരുവല്ല സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും BJP ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റോഡുകള് ജില്ലയുടെ വിവിധ മേഖലകളില് തകർന്നു കിടക്കുകയാണ്. ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും പാച്ച് വർക്കുകളാണ്. കുഴിയടയ്ക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് പൂർണ്ണമായി ടാർ ചെയ്ത് വൃത്തിയാക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. അതേപോലെ തന്നെ പമ്പയെ ശുദ്ധീകരിക്കും എന്ന് നാളുകൾക്ക് മുമ്പ് മുതൽ പറയുന്ന സംഗതികളാണ്. പക്ഷെ ഞൊടങ്ങാറും വഴി പമ്പയിലെ സന്നിധാനത്തെയും കക്കൂസ് മാലിന്യങ്ങൾ ഞൊടങ്ങാറ് വഴി പമ്പയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTC സ്പെഷ്യൽ സർവീസിനായി പുതിയ ബസ്സുകൾ അനുവദിക്കണമെന്നും തീർത്ഥാടകരെ പാർക്കിംഗ് ഫീസിൽ നിന്നും ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് TR അജിത് കുമാർ, പ്രസാദ് N ഭാസ്കരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. UDF റാന്നി മണ്ഡലം സമ്മേളനം തെക്കേപ്പുറം രാജീവ് നഗറിൽ നടന്നു. റാന്നി ഗ്രാമപഞ്ചായത്ത് തെക്കേപ്പുറം വാർഡ് ഉപതിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തെക്കേപ്പുറം വാസുദേവനെ തിരഞ്ഞെടുത്തു. UDF കൺവീനർ TK സാജു ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേള. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656.
ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ് ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9446057953. മന്ന കളക്ഷൻസ് കടന്തോട്ട് ബിൽഡിംഗ്സ് ഇട്ടിയപ്പാറ റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ് ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. പൊതുമരാമത്ത് വകുപ്പ് താലൂക്ക് അവലോകന യോഗ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി. ഇട്ടിയപ്പാറ ചെത്തോങ്കര റോഡിൽ പഞ്ചറൊട്ടിക്കൽ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് ശബരിമല ഉത്സവകാലം ചാകരക്കാലമാണ്. ആവശ്യത്തിന് പണികൾക്കെല്ലാം ആവശ്യമായ ഫണ്ടും. എന്നാൽ പണികളൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ബുധനാഴ്ച ആരംഭിച്ച ഇട്ടിയപ്പാറ ചെത്തോങ്കര റോഡിലെ പണികൾ ശ്രദ്ധിക്കുക. ഈ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന തിരക്കിലാണ് ഈ തൊഴിലാളികൾ. എന്നാൽ പണി ചെയ്യുന്ന കരാറുകാരന്റെ വർക്ക് സൂപ്രണ്ട് അല്ലാതെ പൊതുമരാമത്ത് വകുപ്പിലെ ആരും തന്നെ സ്ഥലത്തില്ല. പൊതുമരാമത്ത് ഓവർസിയർ ടാറിംഗ് ജോലികൾക്ക് സ്ഥലത്തുണ്ടായിരിക്കണമെന്നാണ് ചട്ടം. കൂടാതെ നിലവിലുള്ള കുഴി വൃത്തിയാക്കി ടാറും മെറ്റലും ഇട്ട് ഉറപ്പിക്കണമെന്നാണ് നിയമം. എന്നാൽ നിലവിലെ കുഴികൾ ടാറിട്ട് ഉറപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ടാറും മെറ്റലും ശരിയായ അനുപാതത്തിൽ ഉപയോഗിക്കാത്ത പാത ദിവസങ്ങൾക്കുള്ളിൽ ഇളകി വൻ കുഴികൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ഇതുമൂലം കരാറുകാരന് മാത്രമായിരിക്കും ലാഭമുണ്ടാകുക. ശബരിമല ഉത്സവത്തിന് മുന്നോടിയായി റാന്നിയിൽ നടന്ന ശബരിമല അവലോകന യോഗ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഈ പണികൾക്ക് പറയേണ്ട പേരിതല്ല, ഇതിനു പറയാം പഞ്ചറൊട്ടിക്കൽ. കാരണം ഇത് സ്ഥിരമായ സംവിധാനമല്ല, തീർത്തും കുറച്ചു ദിവസത്തേക്ക് മാത്രമുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, റാന്നി. സംസ്ഥാനത്തെ നഗരസഭകളിൽ മാലിന്യ സംസ്കരണ കർഷകക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ലക്ഷ്യമിട്ട അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. 40 തൊഴിലാളികളാണ് ആദ്യ ദിവസമായി ബുധനാഴ്ച പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട നഗരസഭയിലെ 4-ാം വാർഡിലാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കമായത്. ആദ്യഘട്ടമായി മോടിപ്പടി റോഡിന് ഇരുവശമുള്ള കാടുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. നഗരസഭകളിൽ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണത്തിനും മറ്റും ലക്ഷ്യമിട്ട പദ്ധതിയാണിത്. പദ്ധതിയിലൂടെ നഗരസഭ 4-ാം വാർഡിലെ വെട്ടിപ്പുറം ചാഞ്ഞപാറയ്ക്കൽ തോടിന്റെ വിപുലീകരണവും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് നഗരസഭാ കൗൺസിലർ കെ അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ട നഗരസഭയിലെ 4-ാം വാർഡില് ഇന്ന് ചാഞ്ഞപാറയ്ക്കൽ വെട്ടിപ്പുറം ഭാഗം വരെയുള്ള റോഡിന്റെയും ഇരുവശങ്ങളുള്ള കാടുകൾ വെട്ടിത്തെളിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ഒരു വലിയ തോടുണ്ട്. ആ തോടിലെ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ആ സൈഡ് ഒക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് അവിടെ വെള്ളം പോകുന്നതിനും അതുപോലെ തന്നെ കൊതുകിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണ് നഗരസഭയിൽ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്. ബുധനാഴ്ച 40 തൊഴിലാളികളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കാടുവെടിഞ്ഞ് നാട്ടിലിറങ്ങുന്ന മലമ്പാമ്പുകളെയും വാവാ സുരേഷിനൊപ്പം രാജവെമ്പാലകളെയും പിടികൂടി പ്രസിദ്ധരായ റാന്നിയിലെ ദുരിതകർമ്മ സേനയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ലോകത്ത് തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഈനാമ്പേച്ചിയാണ്. നാറാണമൊഴി ചെമ്പോനോലി ഭാഗത്ത് ഒരു കർഷകന്റെ തൊടിയിലെ വലയിലാണ് ഇവൻ കുടുങ്ങിയത്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നാശത്തിന്റെ വക്കിലെത്തിയ ജീവിയാണ് ഈനാമ്പേച്ചി. ശരീരം മുഴുവൻ കട്ടികൂടിയ ശൽക്കങ്ങളാണ് ഇതിന്റെ സവിശേഷത. നാറാണമൊഴി ചെമ്പനോലി കുളത്തുങ്കൽ ബെന്നിയുടെ തൊടിയിൽ കൃഷിയിടത്തിന് സംരക്ഷണത്തിനായി സ്ഥാപിച്ചിരുന്ന വലയിൽ കുടുങ്ങിയതാണിത്. ആർദ്ര ഇലപുഴിയും കാടുകളിലും പാറക്കൂട്ടങ്ങളിലും കാണപ്പെടുന്ന ഇവയുടെ പ്രധാന ആഹാരം ഉറുമ്പും ചിതലുമാണ്. നീളമേറിയ നാവ് ഉറുമ്പിൻകൂട്ടിലേക്ക് നീട്ടിയിട്ട് നാക്കിൽ കയറുന്ന ഉറുമ്പുകളെ അകത്താക്കുകയാണ് ഇവ ചെയ്യുന്നത്. മുൻകാലുകളിലെ നീണ്ട ശക്തിയേറിയ നഖങ്ങൾ മണ്ണ് തുരന്ന് ഉറുമ്പുകളെയും ചിതലിനെയും പിടിക്കാൻ ഇവയെ സഹായിക്കുന്നു. ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള ശൽക്കങ്ങൾ രാത്രിയിൽ തിളക്കമുള്ളവയാണ്.
ഈ തിളക്കം ഇതിന് ചില അപസർപ്പക വേഷങ്ങളും ചാർത്തി നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈനാമ്പേച്ചി എന്ന പേര്. കട്ടികൂടിയ നീളമുള്ള വാൽ ഇതിന് മരം കയറ്റത്തിനും സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ ഇടുക്കി, വയനാട്, നെയ്യാർ, പറമ്പിക്കുളം, പേപ്പാറ വന്യജീവി സങ്കേതങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പ്രകൃതി നൽകിയ അനുഗ്രഹമാകാം കട്ടിയുള്ള പുറംചട്ടയെന്ന് റാന്നി ദ്രുതകർമ്മസേനാംഗം ഗോപിനാഥൻ പറഞ്ഞു. ഇത് അപൂർവങ്ങളായ ഒരു ജീവിയാണ് ഈ അളങ്കെന്ന് പറയുന്നത്. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത് ശൽക്കങ്ങൾ ഇതിൻ്റെ പുറമേയുണ്ട്. ഇത് ഉരുണ്ടു കഴിഞ്ഞാൽ കാട്ടുജീവി മറ്റ് ജീവികളിൽ നിന്നൊന്നും ഉപദ്രവിക്കത്തില്ല. ഇത് ഈ ജീവിക്ക് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഞങ്ങൾ രാവിലെ ചമ്പനവലി ഭാഗത്ത് കൃഷി ചെയ്യുന്ന ബെന്നി എന്ന ആളുടെ കപ്പവേലിക്ക് ചുറ്റും ഇട്ടിരിക്കുന്ന വലയിൽ കുരുങ്ങി അദ്ദേഹം പിടിച്ച് സൂക്ഷിച്ച് വെച്ച് ഞങ്ങളെ അറിയിച്ചതിന് പ്രകാരം ഞങ്ങൾ സ്ഥലത്തെത്തി ഇതിനെ കസ്റ്റഡിയെടുത്ത് കൊണ്ടുവന്നു. ഉറുമ്പ് ചെതൽ ഇതിൻ്റെ ആഹാരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇത് പ്രത്യേക ഒരു ജീവിയാണ്. ഇത് ആർക്കും പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു ജീവിയല്ല. ദ്രുതകർമ്മസേനാംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, സനിൽകുമാർ, അശോകൻ, മനോജ്, ബാബി മാത്യു എന്നിവർ ചേർന്നാണ് നാരായണമൂഴിയിൽ നിന്നും ഇതിനെ റാന്നിയിലെത്തിച്ചത്. അടുത്ത ദിവസം ചിതലും ഉറുമ്പും കൂടുതലുള്ള വനഭാഗം കണ്ടെത്തി അവിടെ എത്തിച്ചു വിടാനാണ് തീരുമാനം. വിവരമറിഞ്ഞ ധാരാളം ആളുകളാണ് ദ്രുതകർമ്മസേന ഓഫീസിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണം മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാക്കണം. സ്പീക്കർ ജി കാർത്തികേയൻ. റാന്നിയിൽ വൺ വേ അനിവാര്യമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഇട്ടിയപ്പാറയിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. നടത്തുന്നത് പഞ്ചറൊട്ടിക്കൽ മാത്രമെന്ന് ആക്ഷേപം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.